നമസ്കാരം പ്രിയപ്പെട്ടവരെ. ഇന്നലെ എൻ്റെ ഫേസ്ബുക്ക് പേജിനകത്ത് നമ്മുടെ കേരളത്തിൻ്റെ ഫുട്ബോൾ ഇതിഹാസമായിട്ടുള്ള IM വിജയൻ്റെ മകൻ്റെ കല്യാണവുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു. ആ വീഡിയോയുടെ താഴെ ഒരുപാട് കമൻറ്റുകൾ വന്നു. ആ വീഡിയോ ചെയ്യാനായിട്ടുള്ള മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ ഈ IM വിജയൻ്റെയും അതുപോലെ വിനായകൻ്റെയൊക്കെ ജാതിയും അവരുടെ ആ കളറും വെച്ചൊക്കെ വളരെ മോശമായിട്ടുള്ള കമൻറ്റുകൾ ഇട്ടു. ആ വീഡിയോ ഞാൻ ചെയ്തതിൻ്റെ താഴെ എനിക്ക് വന്നിട്ടുള്ള ഒരു കമൻറ്റാണ് പ്രദീപ് നെടുമങ്ങാടൻ എന്ന് പറയുന്ന ഒരു ഒന്നാന്തര സംഖ്യ. നിങ്ങളിപ്പോൾ ഈ ഫോട്ടോയിൽ കാണുന്ന ഈ ഇവനെ കാണാനൊക്കെ നല്ല രസമൊക്കെ ഉണ്ടല്ലേ. ശാഖയിലെ മറ്റേ പരിപാടിക്ക് പോകുന്നവനാണെന്നാണ് തോന്നുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ ഇവനിക്കൊരു കമൻറ്റ് എൻ്റെ കമൻറ്റ് ബോക്സിനകത്ത് ഇടാൻ തോന്നിയത്. അപ്പം നീ ഇത് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനെക്കാട്ടി നല്ല രീതിയിൽ മറുപടി പറയാൻ എനിക്ക് അറിയാൻ മേലാഞ്ഞിട്ടല്ല. പിന്നെ നിനക്ക് ജന്മം തന്ന ആ ഒന്നും പറയുന്നില്ല. കാരണം ഏതെങ്കിലും ഒരു കുടുംബത്തിൽ ഇവരെ പറയിപ്പിക്കാൻ ഉണ്ടാകുന്ന ഒരെണ്ണം ഉണ്ടാകും, ഒരു അസുര ജന്മം. അതായിട്ടാണ് ഞാൻ നിന്നെ ഇപ്പോൾ കരുതുന്നത്. അപ്പോൾ ഇവനിട്ടിരിക്കുന്ന കമൻറ്റ് ഇങ്ങനെയാണ്: ഡാ നിനക്ക് സംഘപരിവാറിനോട് ഇത്രയും പുച്ഛം എന്തിനാടാ, പന്ന തന്തയ്ക്ക് പിറക്കാത്തവനെ. അത് കറക്റ്റാണ്. കാരണം ഞാൻ പന്ന തന്തയ്ക്ക് പറഞ്ഞതല്ല, അല്ല ഒന്നാന്തരം തന്തയ്ക്ക് പറഞ്ഞതാ. അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഇരുന്നുകൊണ്ട് വീഡിയോ ചെയ്യാൻ പറഞ്ഞത്. നിങ്ങൾ വന്നിട്ട് എൻ്റെ കമന്റ് ബോക്സിൽ എന്നെ തട്ടിക്കളയും, എന്നെ മറ്റതാക്കി കളയും, മറിച്ചതാക്കി കളയും എന്ന് പറഞ്ഞ് ഒരുപാട് കമന്റ് ഇടുന്നുണ്ട്. എന്ന് പരിശീലനം നേടി പുറത്തു വന്നിട്ട് കാര്യങ്ങൾ വിളിച്ചു പറയുന്നവനെ വിരട്ടുന്ന സ്വഭാവമുണ്ട്. ഇപ്പൊ ഇവന് എഴുതിയിരിക്കുന്നതിനാണ് കേട്ടോ: RSS BJP ആണോടാ ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്നത്, സംഘപരിവാർ ആണോടാ ഊളെ, അതുപോലും അറിയാത്ത നീ ആണോടാ മൈ ഹിന്ദുവിനെ ഉണർത്താനും നടത്താനും പഠിപ്പിക്കാനും വരുന്നത്. ഞങ്ങൾ ഒരിക്കലും ഹിന്ദുവിനെ ഉണർത്താനോ പഠിപ്പിക്കാനോ വരുന്നില്ല. ഹിന്ദുവിനെ ഉണർത്താൻ വരുന്ന ചില മരപ്പട്ടി വാഴകളുണ്ടല്ലോ, അവര് ഹിന്ദുക്കൾക്ക് ഇവിടെ എന്തെങ്കിലും വിഷയം ഉണ്ടാകുമ്പോൾ മിണ്ടുന്നില്ല. അതുകൊണ്ട് മാത്രം ഇപ്പൊ അയോധ്യയുടെ വിഷയം, അയോധ്യയുടെ രാമന്റെ മുതലുകളെല്ലാം കട്ടുകൊണ്ടുപോയി. ഇവിടെ ശബരിമലയിൽ അയ്യപ്പന്റെ മുതൽ കെട്ടപ്പോൾ നീയൊക്കെ കാണിച്ചു കൂട്ടിയിട്ടുള്ള ഈ തോന്നിയാസം ഇപ്പൊ കാണിക്കുന്നില്ല. അതുകൊണ്ടാട്ടോ. എന്തായാലും ഇവനുള്ള മറുപടി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾ തന്നെ കൊടുക്കുക. ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് ഒന്ന് കാണിക്കാം. നമ്മുടെ ലസിത കുണുകുണുവാവ അമ്മായില്ലേ, ലവക്ക് എന്തോ പറയാനുണ്ട്. പറയുന്നത് കേട്ടിട്ട് നമുക്ക് മറുപടി കൊടുക്കാം. ചേട്ടൻ മറുപടിയായിട്ട് വന്നിട്ടുണ്ട്. ആ മറുപടി കേട്ടപ്പോ തന്നെ മറുപടി തരാൻ മനസ്സില്ല. മറുപടി എന്തിനു പറയേണ്ട ആവശ്യം? അത് ചെയ്യേണ്ട ആൾക്കാർ അങ്ങ് ചെയ്തോളും. നിന്റെ പോസ്റ്റ് എങ്ങനെയാണ് എന്നുള്ളത് നാട്ടുകാർക്കും അറിയാം, മൊത്തം ആൾക്കാർക്കും അറിയാം നീ എങ്ങനെയുള്ള പോസ്റ്റാണ് ഇടുന്നത് എന്നുള്ളത്. കോക്രോച്ചിന്റെ കുറെ കാലം കോക്രോച്ചിന്റെ വയ്യ നടന്നിട്ടുണ്ടായിരുന്നു അല്ലേ? അതെ. അപ്പൊ അത് എന്തോ ഒരു രഹസ്യാന്വേഷണ കമ്പനി ഇത് അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞേരം അവിടുന്ന് നൈസായിട്ട് അങ്ങ് ഊരി. ആ ശരിയാണോ? ഒരു ലേഡിയും കൂടി ഉണ്ടായിരുന്നു എനിക്ക് കമന്റ് ഇടുന്നത്. നിങ്ങൾക്ക് അറിയുമെന്ന് അറിയില്ല. ആ ലേഡിയും കോക്രോച്ച് പാർട്ടിന്റെ ഭാഗമായിരുന്നു. ആ ലേഡീന്റെ ഒരംശം പോലും കാണുന്നില്ല, എവിടെയും കാണുന്നില്ല. ഇപ്പൊ ഈ തീവ്രവാദികൾ ഉണ്ട് എന്നുള്ളത് കാര്യം ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഇതിന്റെ അടിയിൽ വന്നിട്ട് കമന്റ് ഇടുന്ന ആൾക്കാരാ ഭൂരിഭാഗം ആൾക്കാരും തീവ്രവാദികൾ തന്നെയായിരിക്കും. കാരണം എന്തുകൊണ്ടാണെന്നറിയോ? നെഗറ്റീവ്. നിങ്ങൾ പറയും വർഗീയത പറയുന്നത് കൊണ്ടാണ് നെഗറ്റീവ് കമന്റ് ഇടുന്നത്. ഒരിക്കലുമല്ല. നല്ല കാര്യം പറഞ്ഞു കഴിഞ്ഞാലും വൃത്തികെട്ട കമന്റുകളാണ് നിങ്ങൾ ഒരു കൂട്ടർ ഇടുന്നത്. ആ ഒരു കൂട്ടർ ഇടുന്ന കാര്യങ്ങൾ എന്തെന്നാണെന്ന് ഞാൻ പറയണോ? സ്ക്രീൻഷോട്ട് സഹിത് ഇടണോ? ഇടണ്ടിക്ക പറയാട്ടോ. കാരണം എല്ലാം ഇന്ന് കേരളത്തിൽ കാണുന്ന കാര്യങ്ങളൊക്കെ ജനങ്ങൾ അറിയുന്നുണ്ട്. അതായത് ഈ എന്താ പറയാ, ഒരു മാഫിയ കൈയടക്കി വെച്ച സോഷ്യൽ മീഡിയ എന്ന് തന്നെ നമുക്ക് പറയാം. ഒരു ഉളുപ്പില്ലാണ്ട് പറയാൻ അറിയാം. കാരണം എന്തുകൊണ്ടാണെന്നറിയാവാ, ഞാനും നിങ്ങളും തമ്മിൽ ഒരേ ഇതായിപ്പോയി. ഈ അജു പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിലേ സംഭവം തന്നെ. എവിടെയോ ഇരുന്ന് കാറിന്റെ ഉള്ളിൽ നിന്ന് മൂലക്കുന്നാണ് ചെയ്യുന്നത്. ആ മൂലക്കുന്ന് സംസാരിക്കുന്ന ആ ഒരു വീഡിയോ ഞാൻ കണ്ടു. അജുവേ, എന്ത് ചെയ്യാനാണ്? നിനക്കൊക്കെ ഇങ്ങനെയേ പറയാൻ പറ്റുമോ? കാരണം നീ മുസ്ലിം ആയതുകൊണ്ട് മാത്രമല്ല ഞാൻ പറഞ്ഞത്, നിന്റെ പോസ്റ്റുകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത് നീ പക്ക തീവ്രവാദിയാണ് എന്നുള്ളത്. അതിനെയും ഞാൻ പറയും, നീ തീവ്രവാദിയാണ് 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 എന്നുള്ളത് ഒരു സംശയവുമില്ല. കാരണം ഞാൻ എല്ലാ പോസ്റ്റുകളും എന്താ പറയുക നിരീക്ഷണത്തില് നമ്മൾ നോക്കും എന്താണ് എങ്ങനെയാണ് എന്നൊക്കെ. അപ്പം ഒന്ന് രണ്ട് വ്യക്തികൾ, ഈ ഖാദർ കരിപ്പൊടി, അയാളെ ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഖാദർ കരിപ്പൊടി ആരാണ് എന്താണെന്നൊക്കെ ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇവിടെ പറയേണ്ട ആവശ്യമില്ല. അജു, അപ്പൊ നീ തീവ്രവാദി തന്നെയാടാ, നീ തീവ്രവാദി തന്നെ. കാരണം വേറൊന്നും കൊണ്ടല്ല, നിന്റെ വായിന്ന് വരുന്ന വിദ്വേഷം, മതസ്പർദ്ധ, ഇത് തന്നെയാണ് നിന്നെ തീവ്രവാദിയാക്കുന്നത്. വേറൊന്നും കൊണ്ടല്ല. അപ്പം
മറുപടി പ്രതീക്ഷിക്കുന്നു മാമ. വരട്ടെ. അമ്മായി പറഞ്ഞത് കേട്ടല്ലോ അല്ലേ? ഈ അജൂസ് എന്ന് പറയുന്നൊരു യൂട്യൂബർ ഉണ്ട്, നല്ല വൃത്തിക്കും വെടുപ്പിലും സംഘപരിവാർ ഓളികളുടെ അണ്ണാക്കിൽ അടിച്ചു കൊടുക്കുന്ന ഒരു സഹോദരനാ. അവന്റെ വീഡിയോസ് നമ്മൾ കാണാറുണ്ട്. അപ്പൊ ഇവിടുത്തെ സംഘപരിവാറിനെതിരെ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെല്ലാം തീവ്രവാദികളാവും. കാരണം അവര് പിന്നെ രാജ്യവിരുദ്ധരാണ്. സംഖ്യകളെ കുറിച്ചിട്ട് ഒന്നും മിണ്ടാൻ പറയാം. ഈ സംഖ്യകൾ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഒരുപാട് സേവനങ്ങൾ അനുഷ്ഠിച്ചവരാണല്ലോ. ഇപ്പോഴും നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ സേവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരൊക്കെ തന്നെയാണല്ലോ. അതുകൊണ്ട് ഇവരെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാലക്കൽ അമ്മായിക്ക് കുരു കിട്ടും. പിന്നെ അമ്മായി വന്നിട്ട് ഇതൊക്കെയാണ് പറയുന്നത്. അമ്മായിയുടെ കമന്റ് ബോക്സ് വന്നിട്ട് പച്ച തെറിയാണ് ഈ തീവ്രവാദികൾ ഇടുന്നതെന്ന്. അമ്മായി ഞാൻ നേരത്തെ കാണിച്ചെന്നില്ലേ, ലവന പഠിച്ചതും ചേച്ചി പഠിച്ചതും ഒക്കെ ഇതൊക്കെ തന്നെയാ. അപ്പൊ ഇത്തരത്തിലുള്ള തെമ്മാടിത്തരങ്ങളൊക്കെ പറയുമ്പോഴത്തേക്ക് ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ അത് പറയും അമ്മായി, അല്ല ഞങ്ങൾ മിണ്ടാതിരിക്കില്ല അമ്മായി. ഞങ്ങൾക്ക് പറയേണ്ട കാര്യങ്ങൾ ഞങ്ങൾ പറയും, സോഷ്യൽ മീഡിയയിലൂടെ തന്നെ പറയും. പിന്നെ അവൻ കാറി ഇരുന്ന് വീഡിയോ ചെയ്യുന്നു, അമ്മായി കക്കൂസിനകത്ത് ഇരുന്നുകൊണ്ട് ഇങ്ങനെ പച്ച വർഗീയത പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എൻ്റെ പൊന്നമ്മായി, നേരാവണ്ണം വർത്താനം പോലും പറയാൻ നിനക്കറിയില്ല. നീ നന്നായിട്ടൊന്ന് നാക്കൊക്കെ വടിച്ച് നിന്റെ കൂടെ ഇപ്പം നിൽക്കുന്ന നിന്റെ കെട്ടിയവന് നല്ല രുചിയിൽ എന്തെങ്കിലുമൊക്കെ ആഹാരമൊക്കെ ഉണ്ടാക്കി കൊടുത്ത് മക്കളെയൊക്കെ നോക്കി നന്നായിട്ടിരിക്കുന്നേ. ഈ വർഗീയതയൊക്കെ വിട്ടിട്ട് വല്ല നല്ല കാര്യങ്ങളൊക്കെ പലതും പറയാനുണ്ടായി പറ. സന്ധ്യ ആകുമ്പോഴത്തേക്ക് ആ നിലവിളക്കും വെച്ച് ഇരുന്ന് പ്രാർത്ഥിക്കാൻ നോക്ക്, ഇനിയുള്ള ജീവിതമെങ്കിലും. അല്ല ഞാൻ എന്താ പറയണ്ട. അപ്പൊ കാണാം കേട്ടാ.